പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും നവ്യയാണ് തങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് അവളോട് എന്തായാലും നന്ദി പറയണം. കാരണം നമുക്ക് ശത്രുക്കളുടെ മുന്നിൽ വിജയിക്കാൻ സാധിച്ചത്, അനന്തപുരി ആ ഒരു ജ്വല്ലറി തിരിച്ചു പിടിക്കാൻ സാധിച്ചത് നവ്യയുടെ സഹായം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ശത്രുക്കളുടെ നീക്കമൊക്കെ അപ്പോൾ നമ്മളെ അറിയിക്കുന്ന ആ ഒരു വ്യക്തി നമുക്കുണ്ടായത് കൊണ്ടായിരുന്നല്ലോ നമ്മളുടെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ നവ്യയെ കാണുകയും നവ്യയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഒടുവിൽ നവ്യ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയായിരുന്നു. എന്നിട്ട് ആദർശനോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നയനയോടും ഒരുപാട് നിന്നെ ഞാൻ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദ്രോഹിച്ചിരുന്നു, നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി, ഈ ഒരു സമയത്ത് പോലും നിന്നോട് എല്ലാം തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അബിയല്ലേ, എന്തെങ്കിലും മണത്തറിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ടായിരുന്നു ഈ അവസ്ഥയിൽ പോലും നിന്നോട് ഞാൻ തുറന്ന് പറയാതിരുന്നത്. പക്ഷെ അന്ന് നിന്നെ ഞാൻ കാണാൻ വന്നപ്പോഴൊക്കെ ഒരുപാട് മനസ്സിൽ തട്ടിയ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശനോട് മാപ്പ് പറയുകയും ഏറ്റവും വലിയ ആരും ഏൽക്കാത്തൊരു കുറ്റമായിരുന്നു ആദർശേട്ടൻ ഏറ്റെടുത്തത്. അതും അബിയുടെ എൻ്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടനല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിയരുത്, നീ എല്ലാ സത്യവും തുറന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നും അതുപോലെ നിനക്ക് മനസ്സിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും അബിയെ ശത്രുവായിട്ട് കാണുന്നതാണെന്നുള്ള കാര്യമൊന്നും ആരും തൽക്കാലം അറിയരുത്, അവന്തികയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അവന്തികയുടെ കാര്യമൊന്നും പറയണ്ട, അവൾ ശത്രുപക്ഷത്താണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ആദർശനങ്ങ് വല്ലാണ്ടാവുകയാണ്. അത് ശരി, കുടുംബത്തിൽ നിന്നുള്ള ശത്രുക്കൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു, അപ്പോൾ അത് അവന്തികയാണല്ലേ എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇവരിങ്ങനെ പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അബി അതുവഴി പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അബി ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെന്താ ഇവിടെ നവ്യ ഉണ്ടല്ലോ, ഇവരെന്താ ഒന്നിച്ചോ, എനിക്കിട്ട് പണിയാൻ വന്നതാണോ, നവ്യ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു, അത് സത്യമാണോ എന്നൊക്കെയുള്ള ആ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ് അബി. അങ്ങനെ എന്തായാലും അവൾ വീട്ടിലോട്ട് വരട്ടെ, എന്നിട്ട് സംസാരിക്കണം, എന്താണ് ഇവരുടെ പ്ലാൻ എന്നുള്ളത് അറിയണം. എനിക്കിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വെച്ചേക്കത്തില്ല. ഏതായാലും അനഘയെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്, അതിൻ്റെ കൂടെ ഒരുത്തി കൂടെ, അത്രയേ ഉള്ളൂ എനിക്ക് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അബി.